പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് തിരുപ്പതിയിലേക്കുള്ള യാത്രയാണ്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒത്തിരി വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. പുതിയതായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മൾ കേരള എക്സ്പ്രസ്സിനാണ് പോകുന്നത്. 4:45 AM നമ്മൾ അവിടെ ചെല്ലാൻ തക്ക രീതിയിലാണ് ചെല്ലുന്നത്. പെർ ഹെഡ് 480 രൂപ നിരക്കിലാണ് ഒരാൾക്ക്. സോ നമ്മൾ അവിടെ എത്തിയിരിക്കുന്നതാണ്. എത്തിയിട്ട് ഞങ്ങൾ വെളുപ്പിനെ തന്നെ എത്തി. അതിനുശേഷം ഞങ്ങളുടെ ബാഗും ലഗേജും എല്ലാം റെസിഡൻസിയിലെത്തി. അവിടെ നിങ്ങൾക്ക് സുഗമമായ യാത്രയായിരിക്കും. സുഗമമായ റെസിഡൻസി അനുഭവം ഇഷ്ടം പോലെയുണ്ട്. നിങ്ങൾക്കപ്പോൾ ശ്രീനിവാസ് കോംപ്ലക്സിൽ തന്നെ താമസിക്കാൻ കഴിയും. അല്ലെങ്കിൽ വേറെ വെളിയിൽ റെസിഡൻസി ഇഷ്ടം പോലെ ഉണ്ട്. ഒട്ടനവധി റെസിഡൻസികളുണ്ട്. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് താമസിക്കാം. സോ വീഡിയോയിലേക്ക് കടക്കാം. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ ഉടനെ പത്മാവതി ടെമ്പിളിലേക്ക് പോവുകയാണ്. അവിടെയും ഗോവിന്ദസ്വാമി ടെമ്പിളിലേക്കും തൊഴുത ശേഷം മാത്രമേ തിരുമലയിലേക്ക് ദർശനം പോകാവൂ. സോ ഞങ്ങൾ അവിടേക്ക് പോവുകയാണ്. പത്മാവതി ടെമ്പിളിലേക്ക് 200 രൂപ നിരക്കിൽ ആണ് പോകുന്നത്. ഞങ്ങൾ വിത്തൗട്ട് പ്രീ ബുക്കിംഗ് ഇല്ലാണ്ട് തന്നെയാണ് പോകുന്നത്. സർവദർശൻ ടോക്കൺ തന്നെ എടുക്കണം. അതിനുകൊണ്ട് ഞങ്ങൾ അന്നേ ഒരു ദിവസം മുഴുവൻ ചിലവഴിച്ചിട്ട് പിറ്റേ ദിവസം തിരുമലയിലേക്ക് പോകാനാണ്. തിരുപ്പതി എന്നത് റെയിൽവേ സ്റ്റേഷൻ സ്ഥലപ്പേരാണ്. തിരുമലയിലാണ് നമ്മുടെ ഭഗവാൻ ഇരിക്കുന്നത്. സോ നമ്മൾ അവിടേക്ക് പോകണം. ഞങ്ങൾ ആദ്യം പത്മാവതി ടെമ്പിളിലേക്കാണ് പോകുന്നത്. അതിനുശേഷം ഗോവിന്ദസ്വാമി ടെമ്പിൾ, അതിനുശേഷം തിരുമല, അതിനുശേഷം കാളഹസ്തി, അതിനുശേഷം ഇസ്കോൺ ടെമ്പിൾ എന്നിവയാണ് ഞങ്ങളുടെ പ്ലാൻ. ഇതാണ് ഇതിൻ്റെ എൻട്രി. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫോട്ടോയും വീഡിയോസും എടുക്കാം. ഗേറ്റ് 3 എത്തിയിരിക്കുകയാണ്. അവിടെ നമുക്ക് കാണാം. ഇതാണ് ദർശന ടിക്കറ്റ്. 250 ഫ്രീ ടിക്കറ്റ് എന്നീ നിരക്കുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എടുക്കാം. 250ൻ്റെ ഗേറ്റ് 3 ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അവിടെ 50ഉം 200ഉം എല്ലാം സെയിം തന്നെ ആയിരിക്കും. ഇടയ്ക്ക് ചെല്ലുമ്പോൾ ആദ്യത്തെ ഒരു ക്യൂ ഇല്ലാതെ ഉള്ളൂ. ബാക്കി അവിടേക്ക് ചെല്ലുമ്പോൾ എല്ലാം ഒറ്റ ക്യൂ ആകും. സോ 50 എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് സൗകര്യപ്രദം. അല്ലെങ്കിൽ ഫ്രീ ടിക്കറ്റും എടുക്കാം. സോ അതിനുശേഷം അതിനു മുമ്പ് നമ്മൾ ചെരുപ്പും ബാഗും എല്ലാം എടുത്ത് കൗണ്ടറിൽ എത്തിക്കണം. ചെരുപ്പ് ഇടാൻ വേറെ, സെൽഫോൺ വേറെ, ലഗേജ് വേറെ. അങ്ങനെ ചെറിയ പേഴ്സ് മറ്റുമാണെങ്കിൽ കുഴപ്പമില്ല. ഡിജിറ്റൽ വാച്ച് കുഴപ്പമില്ല. സെൽഫോണും പവർ ബാങ്കും അതെല്ലാം എടുത്ത് അകത്തേക്ക് കൊണ്ടുപോകാൻ വഴിയില്ല. സോ നമ്മൾ ബാഗിലാക്കി അതെടുത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. സെൽഫോൺ വേറെ കൗണ്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വർണമെല്ലാം നിങ്ങളുടെ കയ്യിൽ ഭദ്രമായി സൂക്ഷിക്കണം. അതിനൊന്നും കുഴപ്പമില്ല. സോ നമ്മൾ അകത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളൊന്നും എടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഈ കാണിച്ച് നമുക്ക് ടിക്കറ്റ് തരും. ആ ടിക്കറ്റ് കൊടുത്ത് നമ്മുടെ ഫോണും ബാഗും തിരികെ കിട്ടിയ ശേഷം നമ്മൾ അവിടുന്ന് തന്നെ ഓട്ടോയ്ക്ക് 200 രൂപ കൊടുത്ത് ഞങ്ങൾ ഗോവിന്ദസ്വാമി ടെമ്പിളിലേക്ക് പോകാം. നമുക്ക് വില പേശാൻ പറ്റും. അവർക്ക് ഗോവിന്ദസ്വാമി ടെമ്പിളിലേക്ക് പോകാൻ 200 ബസ് സൗകര്യമുണ്ട്. ഞങ്ങൾ സമയം ലാഭിക്കേണ്ടത് കൊണ്ട് ഞങ്ങൾ ബസ്സിന് കയറിയില്ല. ഞങ്ങൾ പകരം ഓട്ടോയ്ക്ക് പോയി. ഗോവിന്ദസ്വാമി ടെമ്പിൾ ഏകദേശം ഒരു 10-10:30 തന്നെ ചെയ്തു. അതിനുശേഷം അവിടുന്ന് തൊഴുതു ഇറങ്ങി. അന്നേരത്തിന് 11 അവിടെ നമ്മൾ ചെല്ലുമ്പോഴത്തേന് ഗോവിന്ദസ്വാമി ടെമ്പിളാണ് ഇത്. ഗോവിന്ദസ്വാമി ടെമ്പിൾ നമുക്ക് 20 രൂപ നിരക്കിലുണ്ട്. ക്യൂവിന് ഇച്ചിരി ശമനം കാണും. ഈ ഫ്രീ ടിക്കറ്റും ഉണ്ട്. നമ്മൾ അവിടെയും ചെരുപ്പും ബാഗും അവിടെ വെക്കേണ്ടിയാണ്. സെൽഫോണും ഇതെല്ലാം പ്രത്യേക കൗണ്ടാണ്. അവിടെ എല്ലാവരും പൈസ ചോദിക്കും. അതിനാരും വീഴരുത്. ഇവർക്കെല്ലാം പൈസ കൊടുക്കുന്നതായിരിക്കും. സോ അവരെല്ലാം പൈസയ്ക്ക് വേണ്ടി മാത്രം ഇരിക്കുന്നവരായിരിക്കും. ഭഗവാനെ ദർശിക്കുക, അത് മാത്രം നമ്മൾ ചെയ്യും. അവിടുന്ന് തന്നെ ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ വിഷ്ണു നിവാസത്തിലേക്കാണ് ഞങ്ങൾ ചെന്നത്. വിഷ്ണു നിവാസത്തിൽ പോയി ഞങ്ങൾ സർവദർശൻ ടോക്കൺ എടുക്കാമെന്ന് കരുതി. അവിടെ ഇന്നത്തേക്കുള്ള ടിക്കറ്റ് നാളത്തേക്കാണ് ദർശനം സഫലമാകൂ. സോ ഞങ്ങൾ ദർശനത്തിനായി ടിക്കറ്റ് കൗണ്ടർ എടുത്തി. റോ വൈസാണ് നിൽക്കുന്നത്. അത് ആ ടിക്കറ്റ് ആദ്യത്തെ 10,000 എന്നീ നിരക്കിലായിരിക്കും കൊടുക്കുക. വിഷ്ണു നിവാസം കോംപ്ലക്സ്, ശ്രീനിവാസ കോംപ്ലക്സ്, അലിപ്പിരി എന്നിടത്താണ് ടിക്കറ്റ് കൗണ്ടറുകൾ. നിങ്ങൾ സർവദർശൻ ഫ്രീ ടോക്കൺ അവിടെയെല്ലാം ലഭ്യമാണ്. ഇതാണ് നിങ്ങളുടെ സർവദർശൻ ഫ്രീ ടോക്കൺ കൊടുക്കുന്ന സ്ഥലം. സോ അവിടെ ആധാർ കാർഡ് മാത്രം കയ്യിലെടുക്കുക. കയ്യിലെടുത്ത ശേഷം ഇതാണ് അവിടെ ദൃശ്യങ്ങൾ. അവിടെ നല്ല തിരക്കായിരിക്കും. അവിടെ നമ്മൾ ടിക്കറ്റ് കൗണ്ടർ നമ്മൾ കാണിക്കുക. ടിക്കറ്റ് കൗണ്ടർ ചെല്ലുക. എന്നിട്ട് 6 PM ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ അതിന് 6
PM എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് 6 PM ഇറങ്ങാതെ 4:30 അത് ഇറങ്ങാൻ ശ്രമിക്കില്ല. രാവിലെ തന്നെ പതിവ് നോക്കുക. ഇപ്പോൾ രാത്രിയാണെങ്കിൽ ശേഷം നിങ്ങൾ രാവിലെ തന്നെ എടുക്കുക. അന്നേ ദിവസം നിങ്ങൾക്ക് എപ്പോഴാണോ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ദർശനം സാഫല്യമാകും. സോ നമ്മൾ ക്യൂവിലേക്ക് എൻട്രി ചെയ്യുന്നതായിരിക്കും നമ്മൾ നല്ലത്. രാത്രി അന്ന് തന്നെ പോകാൻ ശ്രമിക്കുക. നമ്മൾ വിഷ്ണു നിവാസം കോംപ്ലക്സിലേക്ക് ഇറങ്ങി അവിടുന്ന് ഞങ്ങൾ ടോക്കണായ റെസിഡൻസിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം രാത്രി അവിടെ നിന്ന് ചുറ്റിക്കറങ്ങാമെന്ന് കരുതി. ഈ തടാകത്തിന് നടുവിലുള്ള ഈ ഗേറ്റ് തുറക്കുന്നത് രാത്രി 8-നായിരിക്കും. ഇതാണ് അതിൻ്റെ ഉള്ളിലെ ദൃശ്യം. ഇവിടെയാണ് ഗോവിന്ദസ്വാമി ടെമ്പിൾ. അവിടെ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ് ഗോവിന്ദസ്വാമി ടെമ്പിൾ. സോ രാവിലെ ഞങ്ങൾ തിരുമലയിലേക്ക് പോവുകയാണ്. ബസ് മാർഗം പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. 110 എന്ന നിരക്കിലായിരിക്കും ബസ് ടിക്കറ്റ്. ഫ്രീ ബസ്സും ഉണ്ട്, അല്ലാതെ 90 രൂപ ടിക്കറ്റ് നിരക്കിലുമുണ്ട്. ഫ്രീ ബസ്സിൽ നമുക്ക് നല്ല തിരക്കായിരിക്കും. സോ AC ബസ് തന്നെ പോകാനായിരിക്കും ശ്രമിക്കുക. കാരണം നമുക്ക് ക്ഷീണം അനുഭവിക്കില്ല കാരണം അവിടെ ചെന്ന് 5 മണിക്കൂർ 6 മണിക്കൂറോളം ക്യൂ നീണ്ടു നിൽക്കുവാണ്. അതിനുവേണ്ടി നമ്മൾ ഒത്തിരി ടയേർഡാകാൻ പാടില്ലല്ലോ. ഞങ്ങൾ AC ബസ്സിന് തന്നെ പോകാൻ ശ്രമിച്ചു. 110 രൂപ നിരക്കിൽ ടിക്കറ്റ് എടുത്തു. കയറുമ്പോൾ നമുക്ക് ജീപ്പ് സൗകര്യമുണ്ട്. ജീപ്പ് സൗകര്യം പക്ഷേ എന്നാലും ബുദ്ധിമുട്ടായിരിക്കും, ക്ലേശകരം തന്നെയായിരിക്കും. അതുകൊണ്ട് നമ്മൾ ബസ് ടിക്കറ്റ് എടുക്കും. ബസ് ഫില്ലാകുന്ന രീതിയിൽ ബസ് സ്റ്റാർട്ടാകും. ഓരോ ബസ് ഫില്ലാകും. അടുപ്പിച്ചടുപ്പിച്ച് ബസ് കാണും. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും അടുപ്പിച്ചടുപ്പിച്ച് ബസ് കാണും. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും കാണില്ല. ടിക്കറ്റ് എടുക്കാൻ പേടിച്ചിട്ടുണ്ട്. കാരണം ടിക്കറ്റ് എടുക്കാൻ നിങ്ങൾ സ്റ്റേഷൻ തന്നെ നിർത്തി സ്വയമേ എടുക്കുക. സ്വയമേ എടുത്തിട്ട് നിങ്ങൾ യാത്ര തുടരാവുന്നതാണ്. 110 നിരക്കിൽ നിങ്ങൾ ഓടിപ്പോയി ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റ് എടുത്ത് വന്ന സ്ഥലത്ത് തന്നെ ശ്രദ്ധിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ സീറ്റ് മിസ്സാകും. ഫില്ലാകുന്ന തരത്തിലാണ് പോകുന്നത്. ആരും നിർത്തിയൊന്നും കൊണ്ടുപോകില്ല. സോ നമ്മൾ അവിടേക്ക് ചെന്നു, ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ തിരിച്ച് ബസ്സിലേക്ക് കയറി. സ്റ്റേഷൻ ഇതാണ്. സ്റ്റേഷനിലേക്ക് ടിക്കറ്റ് കൗണ്ടർ ഇതാണ്. ടിക്കറ്റ് കൗണ്ടർ എടുക്കുക. 220 രൂപയ്ക്ക് ഞങ്ങൾ 2 പേർക്കും കൂടെ ടിക്കറ്റ് എടുത്തു. കണ്ടക്ടർ വന്ന ഉടനെ വെരിഫൈ ചെയ്യും. സീനിയർ സിറ്റിസന് മാത്രം മതി ആധാർ കാർഡ്. വേറെ ആർക്കും ആധാർ കാർഡ് വേണ്ട. നമ്മൾ തിരിച്ച് തിരുമലയിലേക്ക് ദർശനത്തിന് യാത്ര തുടങ്ങി. 1ാമത്തെ ഗേറ്റ് കഴിഞ്ഞ ഉടനെ അലിപ്പിരിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഗേറ്റ് ഉണ്ട്. അവിടെയാണ് നിങ്ങളുടെ ചെക്കിംഗ് പോയിന്റ്. അവിടെ നിങ്ങളുടെ ബാഗും സാധനങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ തന്നെ നിങ്ങൾക്ക് 3000 സ്റ്റെപ്പ് പടി കയറി പോകേണ്ടിയവർക്ക് പടി കയറാം. ബസ്സിൽ തന്നെ തിരിച്ച് മടങ്ങാവുന്നതാണ്. ഞങ്ങൾ തിരിച്ച് ബസ് തന്നെ പോകാനാണ് ശ്രമിച്ചത്. കാരണം അത് നല്ല ക്ലേശകരമായിരിക്കും. 5-6 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ ബസ് തന്നെ പോകാൻ തീരുമാനിച്ചു. നമ്മൾ കയറിയ ബസ് ഏതാണോ അത് തന്നെ ശ്രദ്ധിക്കുക. അതിൽ തന്നെ കയറാൻ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചേക്കുക. നമ്മുടെ ലഗേജ് എല്ലാം കൗണ്ടറിൽ കൊടുക്കുക. ലഗേജും നമ്മളെ സ്കാൻ ചെയ്ത് ഇറക്കി വിട്ടു. അതിനുശേഷം തിരിച്ച് ബസ്സിലേക്ക് തന്നെ കയറി യാത്ര വീണ്ടും തുടങ്ങിയിരിക്കുന്നു. അതിനുള്ള അപ്പർ വ്യൂ ആണിത്. അത് കാണുന്നതാണ് തിരുപ്പതി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ സ്ഥലപ്പേരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. തിരുമലയിലാണ് നമ്മുടെ അമ്പലം ഇരിക്കുന്നത്. സോ നമ്മൾ അവിടെ എത്തി. സ്റ്റേഷനാണ് ഇത് ബസ് സ്റ്റേഷനാണ്. ബസ് സ്റ്റേഷൻ നമ്മൾ ഇറങ്ങി. നമ്മൾ ആദ്യം തലമുണ്ടനം ചെയ്യാനാണ് പോകുന്നത്. നമ്മൾ തലമുണ്ടനം ചെയ്യാൻ വേണ്ടി നമ്മൾ കല്യാൺകട്ടയിലേക്കാണ് പോകേണ്ടത്. അവിടെ ആരോട് ചോദിച്ചാലും കല്യാൺകട്ട പറഞ്ഞു തരും. നമ്മൾ കല്യാൺകട്ടയിലേക്ക് ചെന്നു. അവിടെ ചെല്ലുക. അവിടെ പോയി ഇതിന് തൊട്ട് താഴെ തന്നെയാണ് അമ്പലം. ഈ വിഗ്രഹത്തിന് താഴെയാണ്. അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതിന് തൊട്ട് ഇറങ്ങി ചെല്ലുക. അമ്പലത്തിലേക്ക് ചെല്ലുക. അവിടെ ചെന്നിട്ട് കല്യാൺകട്ട ചെന്നിട്ട് റെസിപ്റ്റ് എടുത്തിട്ട് ബ്ലേഡും ടിക്കറ്റും തരും. ഏത് ഹാളിലാണ് ഏത് ബാർബറിൻ്റെ അടുത്താണ് ചെല്ലേണ്ടതെന്ന് പറഞ്ഞു തരും. അതിനുശേഷം കുളിക്കാൻ മറക്കരുത്. കുളിച്ച ശേഷം മാത്രം ദർശനത്തിന് പോകുക. ഇതാണ് കല്യാൺകട്ട. ഇവിടെ വീഡിയോ ഫോട്ടോഗ്രാഫി അലൗഡല്ല. സോ അതെടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ തിരിച്ച് ദർശനത്തിനായി ഫ്രീ ദർശൻ എൻട്രിയിലേക്ക് പോവുകയാണ്. ആ ഫ്രീ ദർശൻ എൻട്രി അവിടെ ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. അവിടെ ഇച്ചിരി ദൂരമുണ്ട്. ഞങ്ങൾ അവിടേക്ക് പോയി ദർശനത്തിനായി ക്യൂവിലേക്ക് കയറി. 300 രൂപ ടിക്കറ്റ് എടുത്തവരും ഫ്രീ ടിക്കറ്റ് എടുത്തവരാണെങ്കിലും അവസാനം വരുമ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെയാണ് വരുന്നത്. സോ നിങ്ങളുടെ ഇഷ്ടം. 3 മാസം കൂടുമ്പോൾ എല്ലാ മാസം 24-ാം തീയതി 10 മണിയാകുമ്പോൾ ടിക്കറ്റ് ഓപ്പൺ ചെയ്യും. ബുക്കിംഗ് തന്നെ അപ്പം ഫില്ലാകും വേഗം തന്നെ ടിക്കറ്റ്. സോ നിങ്ങൾക്ക് അങ്ങനെ അത്രയും താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്. ഫ്രീ ദർശൻ ടോക്കൺ എടുക്കുന്നവർക്ക് ഇങ്ങനെയും പോകാം. രണ്ടായാലും ഒരുപോലെ തന്നെ ആയിരിക്കും. ക്ലേശകാരം കുറച്ച് കുറയ്ക്കും. അത്രയേ ഉള്ളൂ 300 ടിക്കറ്റ്.
ഇടയ്ക്ക് മധ്യേ ഇതുപോലെ നമ്മുടെ ലഗേജും സെൽഫോണും വെക്കാൻ ഇടം കാണും. ചെരുപ്പ് നിങ്ങൾ ബാഗിൽ വെക്കുകയോ അല്ലെങ്കിൽ അവിടെ സ്റ്റോറും കാണും. അവിടെ നിങ്ങൾ ചെരുപ്പ് ചപ്പൽസ് വെക്കുക. ദെൻ അവിടെ നിന്ന് നമ്മൾ ബാഗ് തിരിച്ചെടുക്കുക. ദർശനം കഴിഞ്ഞ് തിരിച്ചെടുക്കാനുള്ള കൗണ്ടറാണിത്. അവിടെ നിങ്ങളുടെ ടോക്കൺ ലഗേജ് കൗണ്ടർ കാണും. ആ ടോക്കൺ നമ്മൾ തന്നേക്കാൻ ടോക്കൺ കാണി അവിടെ ഇവിടെയാണ് ബാഗ് ലഗേജ് കൊണ്ടുള്ളത്. അവിടെ തന്നെ കാണാം. അവിടെ തന്നെ ചെല്ലുക. അതിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല. പുറത്തെ ദൃശ്യങ്ങൾ മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. തൊട്ടടുത്ത് തന്നെ ലഡു കൗണ്ടറുണ്ട്. അവിടെ ചെല്ലുക. നമ്മുടെ ടിക്കറ്റ് ഫ്രീ ദർശൻ ടിക്കറ്റ് ഒരാൾക്ക് 1 ലഡു വെച്ചുണ്ട്. സോ എക്സ്ട്രാ വേണമെങ്കിൽ 50 രൂപ കൊടുക്കുക. 50 രൂപയ്ക്ക് എക്സ്ട്രാ ലഡു നമുക്കവിടെ കിട്ടുന്നതായിരിക്കും. തൊട്ടടുത്ത് തന്നെയാണ്. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പ്രത്യേകിച്ച് ബസ് പോകണമെങ്കിലും AC ബസ്സിനെ കുറിച്ച് കാത്തു നിൽക്കുക. AC ബസ് ഉടനെ വരുന്നതായിരിക്കും തിരിച്ച് തിരുപ്പതിയിലേക്ക്. സോ അതെല്ലാം നിങ്ങൾ നോക്കുക. നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ഭഗവാൻ നമ്മളിലേക്ക് ദർശിക്കാൻ സാധിക്കും. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.